ഇന്നലെ ഒരു ഇൻസ്റ്റാഗ്രാം റീല് കണ്ടു. ആൻഡ് ആ റീല് കണ്ടപ്പോഴാണ് 2025 ഈ പടം ഞാൻ മിസ് ചെയ്തല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ഒട്ടും നേരം കളഞ്ഞില്ല, നേരെ എടുത്ത് ആ പടം കണ്ടു. ആൻഡ് ഇറ്റ് വാസ് വർത്ത്. നമ്മളിപ്പം സംസാരിക്കുന്നത് ഇത്തിരി നേരം എന്നുള്ള ഫിലിമിനെ പറ്റിയാണ്. ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇത്തിരി നേരം ഇതിനെപ്പറ്റി എനിക്കങ്ങനെ പോസിറ്റീവ്സ് ആയിട്ട് പറയാനാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഗ്രൗണ്ട്നെസ് ആണ് എനിക്ക് ഇതിൽ ഏറ്റവും പിടിച്ചിരുത്തിയത്. ഇതിൻ്റെ ഒരു ഗ്രൗണ്ടഡ്നെസ്, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള നേച്ചർ ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്തു. ഒരു ലവ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്സ്, എന്തെങ്കിലും ഒരു റിലേഷൻ എന്നല്ല, എന്താണെങ്കിലും ഒരു ഫോർഗോട്ടൺ അല്ലെങ്കിൽ ഒരു വിട്ടുപോയൊരു കാര്യത്തെപ്പറ്റി നമ്മളൊന്ന് ഓർക്കാൻ, ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന കാര്യത്തിൽ അതൊരു ഊതിപ്പിടിപ്പിച്ച്, ചിലപ്പോൾ നമ്മുടെ ഈഗോ അല്ലെങ്കിൽ ഇമ്മച്യൂരിറ്റി കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും അങ്ങനെ ഒരു പ്രശ്ന സമയത്ത് നമ്മൾ കൈ വിട്ടുപോയ കുറേ ബന്ധങ്ങളുണ്ട്. ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ കാണത്തുള്ളായിരിക്കും, പക്ഷെ ആ സമയത്ത് നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അതിനെപ്പറ്റി ആ ഒരു കോൺസെപ്റ്റാണ് ഇതിനകത്ത്. ഇത് ട്രെയിലർ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ഈ പടം ഇറങ്ങിയിട്ട് നവംബർ 7 ഇറങ്ങിയെന്ന് തോന്നുന്നു. ആൻഡ് 2-3 മാസമായി. അപ്പോൾ എല്ലാവരും കണ്ടു കാണും. ഞാനായിരിക്കും ലാസ്റ്റ് വൺ. ഈ പടത്തിന് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. 2 പാസ്റ്റ് ലവേഴ്സ് റീയൂണേറ്റ് ചെയ്യുന്നു. റീയൂണേറ്റ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് മീറ്റപ്പ് ചെയ്യുന്നു. ആൻഡ് അവരുടെ കോൺവെർസേഷൻ, അവർക്കുള്ളിൽ എന്തായിരുന്നു പ്രശ്നം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ടോക്ക് ചെയ്യുന്നത്. പെർഫോമൻസ് വൈസ് റോഷൻ മാത്യു, ഷെറിൻ ഷിഹാബ്, നന്ദു, ആനത്ത് മന്നത്, ഇവർ 4 പേരേ ഉള്ളൂ ഈ പടത്തിൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള. ആൻഡ് ഇതിനകത്ത് റോഷൻ മാത്യുവും ഷെറിൻ ഷിഹാബ് എന്ന് പറയുന്ന ആക്ട്രസിനെ അറിയത്തില്ല. ആട്ടം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ആൻഡ് അതിലെ ലീഡ് ഹീറോയിൻ. പിന്നെ രേഖാചിത്രത്തിനകത്തും ഉണ്ട്. സോ ഇവർ 2 പേരുമാണ് ഈ പടത്തിനെ കൊണ്ടുപോകുന്നത്, റോഷൻ മാത്യുവും ഷെറിൻ ഷിഹാബും. ഇവരുടെ ഈ ഇമോഷൻസിലേക്ക്, ഇവരുടെ ഒരു പാസ്റ്റ്, ഇവരുടെ അമ്മയുള്ള ഒരു ലവ് എന്തായിരുന്നു, ഇവരുടെ പാസ്റ്റ് എന്തായിരുന്നു എന്ന് കുറേ സംസാരവും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു കോൺവെർസേഷനിലാണ് പറയാൻ നമുക്ക് ആ ഫീല് കിട്ടുന്നുണ്ട്. അത് ഇവരുടെ ആക്ടിങ്, ഓഫ് കോഴ്സ് ഇവരുടെ പെർഫോമൻസിൻ്റെ ഗുണം കൊണ്ടാണ്. ആൻഡ് ദേ ക്യാരിഡ് ദ മൂവി വെരി വെൽ. ഇതിൻ്റെ മ്യൂസിക് ഞാൻ നോക്കിയപ്പം കണ്ടത് ബേസിൽ CJ സംതിങ്. ആൻഡ് പുതിയ ആളാണെന്ന് തോന്നുന്നു, ഡെബ്യൂട്ടറിനാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നോക്കിയിട്ടില്ല. ആൻഡ് ഹി ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ്. ഈ ഫിലിമിൻ്റെ ഫീല് ഭയങ്കര, ആ ഒരു സോൾ എന്ന് പറയുന്നത്, ഇന്നത്തെ പാട്ടുകളും എൻ്റെ BGM എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ ടെക്നിക്കലി ഇറ്റ് വാസ് വെരി ഗുഡ്. ഇതിന് വേണ്ട പോലെ തന്നെ ചെയ്തു എന്നുള്ളൊരു സാധനം. ഒന്നും ഓവറായിട്ട് ചെയ്യാനുമില്ല, എന്നാൽ ഒരു ലോ ബഡ്ജറ്റ് അല്ലേ എന്നാൽ തട്ടിക്കൂട്ടി ചെയ്യാന്നുള്ളൊരു ഫീലും ഇല്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നിക്കലി ഇറ്റ് വാസ് ഗുഡ്. ഫോർ മീ ദിസ് ഫിലിം ഈസ് വെരി നൈസ്. ആൻഡ് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, പല ഡിസിഷൻസ് നമ്മൾ ചാടിക്കയറി എടുക്കും. ദേഷ്യത്തിലും ഈഗോയിലും ഇമ്മച്യൂരിറ്റിയിലും, ഇമ്മച്യൂർ സമയത്ത് നമ്മൾ പല ഡിസിഷൻസ് എടുക്കും. ഇത് വേണ്ട, വിട്ട് കളയാം, എന്തെങ്കിലും കളയാം എന്നൊക്കെ. പക്ഷെ കുറച്ച് കഴിയുമ്പം വി വുഡ് ചേഞ്ച് ദ ഡിസിഷൻ. ആ സമയത്ത് പക്ഷേ പണ്ടത്തെ പോലെ സ്മൂത്ത് ആയിരിക്കില്ല കാര്യങ്ങൾ. സോ ഈ പടം പറയുന്നത്, ഇത്തിരി നേരം എന്ന് പറയുന്നത്, ഇത്തിരി നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇത്തിരി നേരം സ്നേഹിക്കുക, ഇത്തിരി നേരം ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരോടും എന്ന് എനിക്ക് പറയാൻ തോന്നിയത് ഈ പടത്തിനെ പറ്റി. ആൻഡ് കണ്ടവർ ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക, കാണാത്തവർ കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് അതവരുടെ ഒപ്പീനിയനാണ്. സോ ഫോർ മീ ദിസ് ഇസ് എ വെരി ഗുഡ് വാച്ച്. ഒന്ന് കണ്ടു നോക്കാം. പിന്നെ പറയാൻ വന്നത്, ഈ പടം ആമസോൺ പ്രൈമിലും സൺ നെക്സ്റ്റിലും ഉണ്ട്. ഞാൻ ആമസോൺ പ്രൈമിലല്ല ഉണ്ട്, സൺ നെക്സ്റ്റിലാണ്. ആമസോൺ പ്രൈമിൽ ഉണ്ട്, പക്ഷേ ആമസോൺ പ്രൈം ഇപ്പം ഫുൾ ആഡാണല്ലോ, കണ്ടുകൊണ്ടിരിക്കാൻ പോലും പറ്റത്തില്ല. അപ്പം സൺ നെക്സ്റ്റിലാണ് ഞാൻ കണ്ടത്. ഇനി ഇത്രയേ ഉള്ളൂ. താങ്ക് യു.